ജീവിതത്തിൽ വിലമതിക്കാൻ കഴിയാത്തത് എന്താണ്? ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണ് സമയം. സമയത്തിൻ്റെ മൂല്യവും അതുപോലെ തന്നെ സമയത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ എന്താണ്? വളരെ വലുതാണ്. നമുക്ക് ഒരിക്കൽ പോലും തിരിച്ചു കിട്ടാത്തതാണ് എന്ത്? നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കൽ പോലും നമുക്ക് തിരിച്ച് ലഭിക്കില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡ് സമയവും നമുക്കൊരിക്കലും ജീവിതത്തിൽ പിന്നീട് തിരിച്ചു ലഭിക്കില്ല. നാം എത്ര ധനം ചെലവാക്കിയാലും അല്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നാം എത്ര പരിശ്രമിച്ചാലും ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം തിരിച്ച് ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയണം. ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ ഏതു കാര്യവും അതിൻ്റെ യഥാസമയത്ത് ചെയ്തു തീർക്കുവാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുവാനായിട്ട് നമ്മൾ പരമാവധി ട്രൈ ചെയ്യുക. ഏത് കാര്യവും അതിൻ്റെ യഥാസമയത്ത് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. കാരണം പരമാവധി ശ്രമിക്കുക. ചിലപ്പോൾ ആ കാര്യം ചിലപ്പോൾ അത് നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, അത് വേറെ കാര്യം. എങ്കിലും ഏത് വസ്തുതയും അതിൻ്റെ സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യുക? കാര്യങ്ങൾ നടത്തുവാനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം ഒരിക്കൽ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയം പിന്നീട് തിരിച്ചു ലഭിക്കുന്നതല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട മറ്റൊന്നാണ് എന്ത്? നല്ല ആഗ്രഹങ്ങൾ. നല്ല ആഗ്രഹങ്ങൾക്ക് എന്തുമായിട്ട് ബന്ധമുണ്ട്? സമയവുമായിട്ട് ബന്ധമുണ്ട്. നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? നമ്മുടെ സമയം പാഴാക്കാതെ നമ്മൾ നല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സമയം പാഴാക്കാതെ നമ്മൾ ജീവിക്കുകയുള്ളൂ കേട്ടോ. ഒരു വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളില്ലെങ്കിൽ, നല്ല ആഗ്രഹങ്ങളില്ലെങ്കിൽ ആ വ്യക്തി എന്തിനു തുല്യമാണ്? ആ വ്യക്തി ഒരു ബിഗ് സീറോയാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ എപ്പോഴും നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക. നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക കേട്ടോ. നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞു. നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയാൽ മാത്രം പോരാ. നല്ല ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനായിട്ട് അല്ലെങ്കിൽ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പരിശ്രമിക്കുക. നമ്മുടെ ആഗ്രഹം ന്യായമുള്ളതാണ് എങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ ന്യായമുള്ളതാണ്, നമ്മുടെ ആഗ്രഹം മറ്റൊരു വ്യക്തിക്ക് ദ്രോഹമുണ്ടാകാത്തതാണ് എങ്കിൽ, ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ആഗ്രഹം ഈ സത്യപ്രപഞ്ചം നടത്തിത്തരുമെന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ മോശപ്പെട്ട ആഗ്രഹങ്ങളാണെങ്കിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇനി ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു, നമ്മുടെ ആഗ്രഹം ന്യായമുള്ളതായിരുന്നു, എങ്കിലും അത് നടന്നില്ല എങ്കിൽ ഒരു പക്ഷേ അതിനേക്കാളും മനോഹരമായ നന്മയുടെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ആദ്യം ആഗ്രഹം സഫലീകരിച്ച് കിട്ടുമെന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആഗ്രഹത്തിന് എന്തുണ്ട്? സമയവുമായി ബന്ധമുണ്ട്. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ സമയം നമ്മൾ വേണ്ട വിധം വിനിയോഗിക്കുകയുള്ളൂ കേട്ടോ. നല്ല ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ ഈ പ്രാർത്ഥനയിൽ നിന്നും ലഭിക്കുന്നത് എന്താണ്? പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. എങ്കിലും ഈ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ശുഭപ്രതീക്ഷകളാണ്. ടൈം എന്ന് പറഞ്ഞാൽ വളരെ
വളരെ വേഗതയുള്ളതാണെന്നാണ്. സമയത്തിന് എന്താണ് സമയത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്? എന്താണ്? ആ സമയം കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണെന്നാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ സമയത്ത് നടത്തിയില്ല എങ്കിൽ, ഉദാഹരണം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്കൂൾ കുട്ടികൾക്ക് പഠിക്കേണ്ടതായൊരു സമയമുണ്ട്. ആ സമയത്ത് പഠിച്ചില്ല. പിന്നീടൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വളർന്നു വലുതായി, അല്ലെങ്കിൽ യുവാവായി, അല്ലെങ്കിൽ യുവാവാകുന്ന സമയത്ത് നഷ്ടപ്പെട്ടു വീണ്ടും നമ്മൾ പഠിക്കണമെന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക? വളരെ നമ്മളിൽ എന്താണോ നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ആ ജോലി നമ്മൾ ആ സമയത്ത് ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ, ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മളൊക്കെ, ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ പലതും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞു പോയ സമയത്ത് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പല സമയത്തും എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. സമയത്തിനനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ അതിനെപ്പോഴും പ്രാപ്തരാകണം കേട്ടോ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിലേക്ക് പോസിബിൾ ആക്കുക എന്നത് എന്താണ്? വളരെ ഡിഫിക്കൽട്ടാണ്. നോട്ട് ഇമ്പോസിബിൾ, ബട്ട് ഡിഫിക്കൽട്ട്. പ്രയാസമാണ്, പക്ഷേ വിചാരിച്ചാൽ നീ നടക്കും. അസാധ്യമല്ല, സാധ്യമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ജീവിതത്തിലെ സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. ഓരോ വ്യക്തിക്കും അവരവരുടേതായ സമയത്ത് എന്ത് ജോലിയാണോ നിക്ഷിപ്തമായേക്കുന്നത് ആ ജോലി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക.